രാവിലെ ഇതാട്ടോ പരിപാടി അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ വന്നതാട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ എണീച്ചിട്ട് കുഞ്ഞുമായിട്ട് ഭയങ്കര കളിയും തിരക്കിലും ഒക്കെയാണേ. അവളാണെങ്കിൽ അച്ഛൻ വന്നതിൻ്റെ സന്തോഷത്തിലാണ്. അച്ഛനെ എടുത്ത് പിന്നെന്താ അച്ഛൻ്റെ അടുത്തേ പോവുള്ളൂ കേട്ടോ. ഇന്നലെ അച്ഛനെ പോവാൻ നിന്നായിരുന്നു. അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അച്ഛന് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടല്ലാതെ ഇതിൻ്റെ പരിസരം, അതായത് ഇതിൻ്റെ അങ്ങോട്ടൊന്നും നടക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് അച്ഛനെ കൊണ്ട് ചുമ്മാ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അച്ഛനെയും കൂട്ടി പോവുകയാണേ. പിന്നെ വാമിയുണ്ടേ. അപ്പം എന്തായാലും ഏട്ടനും അമ്മയില്ല, അവർ പണിക്ക് പോയതാണ്. അപ്പോൾ അച്ഛനൊരു കൂട്ടിന് എൻ്റെ കൂടെ നിന്ന് എന്തായാലും അച്ഛനെ ഇന്ന് പോകും കേട്ടോ. അപ്പോൾ അച്ഛൻ എന്തായാലും ഈ സ്ഥലത്തൊക്കെ കാണിക്കുക. അച്ഛൻ്റെ വിചാരം ഇവിടെ ഫുള്ളും കുന്നാണ്, പക്ഷെ നമ്മളെ വീടിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ കുന്നായിട്ട്. ഇതിൻ്റെ കുറച്ച് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്ഥലങ്ങളാണേ. അപ്പം അച്ഛനെ എന്തായാലും അവിടെയൊക്കെ കൊണ്ട് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാം. പിന്നെ അച്ഛന് എന്താ കുറച്ച് കയ്പ്പൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കയ്പ്പക്കൻ്റെ വീഡിയോ മുന്നേ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒട്ടുമിക്ക സ്ഥലത്തും കൃഷി കയ്പൊക്കെ തന്നെയാണ്. അപ്പോൾ അച്ഛന് എന്താ ഈ പ്രഷറല്ല ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് കയ്പൊക്കെ വളരെ ഇഷ്ടമാണ്. നല്ലതല്ലേ എന്താ പ്രഷറിനൊക്കെ എന്താ പ്രഷറിനല്ല ഷുഗറിനൊക്കെ കയ്പൊക്കെ കഴിക്കാനേ. അപ്പം അച്ഛന് പിന്നെ എന്താ ഏറ്റവും കൂടുതൽ കയ്പ്പൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാട്ടോ അച്ഛന്. അപ്പോൾ അച്ഛന് വളരെ ഇഷ്ടമാണ് കയ്പ്പൊക്കെ. അപ്പം അമ്മ ഇന്നലെ പറഞ്ഞായിരുന്നു ഇവിടെ കുറച്ച് കയ്പ്പൊക്കെ ഉണ്ട്, പോയി പറിക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്നാലും നോക്കുമ്പോൾ സമയം കിട്ടില്ല നമുക്ക്. അപ്പം ഇന്ന് ഞാനും പിന്നെ പോയി പറിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അച്ഛനും കൊണ്ട് പോയതാണ്. അപ്പോൾ അച്ഛൻ ആ സ്ഥലങ്ങളൊക്കെ കൂടുതൽ കാണാമല്ലോ. അപ്പം നമ്മളെ വീടിൻ്റെ മുകളിലോട്ടാവും പോകുന്നത്. ഈ കയറ്റം കണ്ടാൽ വിചാരിക്കും നല്ല കയറ്റാണെന്ന്, പക്ഷേ സംഭവം ഇതൊന്നുമല്ല. ഇതുണ്ട് വേറെ ഉണ്ട്. അവിടെ ഒരു ഇടവഴി ഉണ്ടില്ല, അതൊന്ന് കഴിഞ്ഞ് നല്ല വ്യൂവും കാര്യങ്ങളാണ് കേട്ടോ. അവിടേക്ക് പോകുന്ന വീഡിയോ പിന്നെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിലൂടെ നമുക്ക് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച സ്ഥലം എത്തുള്ളൂ. അപ്പം ഇവിടെ കണ്ടോ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ വീട് ആണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എല്ലാ സ്ഥലമാണെങ്കിലും വൃത്തിയാക്കി അടിച്ച് വാരിയിട്ടു കേട്ടോ. കാണാൻ തന്നെ നമുക്ക് വളരെ എന്താ ഒരു നല്ലൊരു നീറ്റാണ്. അപ്പോൾ നമ്മൾ എന്താ ഇനി താഴോട്ടാട്ടോ ഇറങ്ങേണ്ടത്. എന്നാൽ ഇനിയുള്ള കയറ്റം കഴിഞ്ഞ് ഇനി നമുക്ക് ഇറക്കമാണുള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പം ഇറങ്ങുന്ന ഇറക്കം ഇനി നമുക്ക് കയറാനും കൂടി ഉള്ളതാണ്. അപ്പോൾ നല്ല എൻജോയ് ചെയ്തിട്ട് ഇറങ്ങി പോവുകയാണേ. താഴെ വീട് കണ്ടോ. അപ്പോൾ ഈ വഴി കണ്ടോ, ഈ വഴി കൂടിയാട്ടോ നമ്മൾ താഴോട്ട് പോകേണ്ടത്. ഫുള്ളും കാപ്പിത്തോട്ടം കൃഷി തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളും ഫോറസ്റ്റ് ഏരിയ ആണ്. അവിടെ ആനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അധികം ഇങ്ങനെ ഈ ഭാഗത്തേക്ക് അങ്ങനെ വരലില്ല. ഇവിടെ പൊതുവെ വരുന്നത് പന്നിയും കാട്ടിയൊക്കെയാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കാട്ടീനെയും പന്നിനെയും ഞാൻ അങ്ങനെ കണ്ടില്ല. പക്ഷെ രാത്രിയിൽ ഇടയ്ക്ക് സൗണ്ടൊക്കെ കേൾക്കാറുണ്ട്. ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ പറിച്ചിട്ടുണ്ടാവും. അപ്പോൾ തോന്നി കാട്ടിയോ അല്ലെ പന്നിയോ വന്നിട്ടുണ്ടാവുമെന്ന്. പിന്നെ ഇടയ്ക്ക് നമ്മളവിടെ ജിങ്കനില്ലേ, ജിങ്കൻ ഇടയ്ക്ക് രാത്രി ഇങ്ങനെ ഭയങ്കര കുരയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും അറിയാമല്ലോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവുന്നു. പിന്നെ പുറത്തിറങ്ങാനും ഭയങ്കര പേടിയാണ്, കാരണം ഇവിടെ ഫുള്ള് ഫോറസ്റ്റും പിന്നെ മരങ്ങളും ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ പിന്നെ രാവിലെ ആണെങ്കിൽ പോലും ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര പേടിയാണ്. കാരണം ഇപ്പോൾ ഓരോ ന്യൂസ് കടുവ പുലി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പം പുറത്തേക്കൊന്നും ഇറങ്ങാൻ അങ്ങനെ പേടിയാണേ. അപ്പോൾ പിന്നെ ഒട്ടുമിക്ക ഇതിൽ ഞാൻ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക. രാവിലെ ഏകദേശം പണിയൊക്കെ ചെയ്ത് തീർക്കും. അപ്പം നമ്മൾ ഇതാട്ടോ ഈ താഴെ പോകും, നല്ല രസമാണ്. താഴേക്ക് നല്ല കുത്തനെ ഇറക്കം തന്നെയാണ്. അവിടെയൊക്കെ വീടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇവിടെ വീടില്ലാന്ന്, പക്ഷെ ഒത്തിരി വീടൊക്കെ ഇനി അങ്ങോട്ടേക്കാണ് അധികവും വീടുള്ളത്. നമ്മളെ ഈ ഭാഗത്തേക്ക് കുറവാണെങ്കിലും താഴോട്ട് ഫുള്ളും വീട്. അവരുടെ ഉപജീവന മാർഗം തന്നെ ഈ കൃഷി തന്നെയാണ്. അച്ഛൻ കുഞ്ഞിന് എടുത്തിട്ട് എങ്ങനെയാണോ വരുന്നതെന്ന് അറിയില്ല, തോളത്തൊക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത്. എന്താ നല്ല രസം, അവൾക്ക് നല്ല എൻജോയ്മെൻ്റ് ആണ്. കാരണം തോളത്തിട്ടിട്ടല്ലേ വരുന്നത്. അവൾക്ക് എന്താ ഒരു കുഴപ്പമില്ല. പക്ഷെ അവൾ ഇടയ്ക്ക് അമ്മേ അയ്യോ അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളാണ് അവളെ എടുത്തുകൊണ്ട് നടക്കുന്നത്, പക്ഷെ കണ്ടാൽ തോന്നുന്നു അവളാണ് നടന്നുകൊണ്ട് പോകുന്നതെന്ന് കേട്ടോ. അപ്പോൾ നല്ല ഇനി കുറച്ച് പാവയ്ക്ക് വറക്കി വെച്ചിട്ട് പാവയ്ക്ക് തോട്ടത്തിൽ കയറിയിട്ടുണ്ട്. അച്ഛൻ ഇത് കണ്ടപ്പോൾ തന്നെ പിന്നെന്താ ആകെ ഒരു സന്തോഷം. കാരണം ഇങ്ങനെ പാവയ്ക്ക് നമുക്ക് ഇങ്ങനെ കൈയോടെ പറിക്കാമല്ലോ. പിന്നെ പാവയ്ക്കൊക്കെ പറിച്ചിട്ട് തിരിച്ച് പോകാനുള്ള ഏർപ്പാട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പാവയ്ക്ക് അവിടെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കി വെക്കുന്ന സമയം കൊണ്ടാട്ടോ ഇതൊക്കെ നമ്മൾ ഈ വ്യൂവൊക്കെ ഒന്ന് കാണുന്നത്. നല്ല അടിപൊളിയാണ് കണ്ടോ. ഒരുപാട് പാവയ്ക്ക് തോട്ടമുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഒരു ഏകദേശം വിളവെടുപ്പ് കഴിഞ്ഞ് അവർ ഒഴിച്ചിട്ടിരിക്കുകയാണേ. അതുകൊണ്ടാണ് നമ്മൾ പാവയ്ക്ക് പറിക്കാൻ തന്നെ വന്നത്. പിന്നെ ഏകദേശം പാവയ്ക്കൊക്കെ പഴുത്ത് തുടങ്ങുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് റെഡി ആയിക്കും. വീട്ടിലെത്തിയതിന് ശേഷം കുഞ്ഞ് ഭയങ്കര ഉറക്കത്തിലാണ്. കാരണം വന്ന് നമ്മൾ കുളിയൊക്കെ കഴിച്ച് അവളൊന്ന് ഉറക്കി. കാരണം ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു, രാവിലെ പോയതല്ലേ. പിന്നെ നമ്മളെ ചെറിയ പണികളൊക്കെ കഴിഞ്ഞു, തുണിയൊക്കെ അലക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് പാവയ്ക്ക് ഒരാൾ ജസ്റ്റ് ഒന്ന് വെയിലത്തിട്ടിട്ട് അതൊന്ന് സെറ്റാക്കി വെക്കുന്നത്. കാരണം
പോകുമ്പോൾ കൊണ്ടുപോകാൻ കേട്ടോ. അങ്ങനെ അച്ഛൻ പറഞ്ഞു ഞാൻ ഇന്ന് ഇപ്പോൾ പോവാണ്, ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ്. കുഞ്ഞെന്തായാലും ഉറങ്ങുമ്പോൾ പോകാനേ പറ്റുള്ളൂ, കാരണം കുഞ്ഞ് എണിച്ചിട്ട് അച്ഛന് പോകാനേ പറ്റൂല. അത് അവൾ കരഞ്ഞ് അലമ്പാക്കിയാൽ പിന്നെ അച്ഛന് ഭയങ്കര സങ്കടമാണ്. പോകുമ്പോൾ അവൾ എണിക്കുന്ന മുന്നേ വേഗം പോവാൻ കേട്ടോ, വേഗം പാക്കൊക്കെ ചെയ്ത്. ഇത് കടുകാട്ടോ.